ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഗ്നോ മലയാളം ടെക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സാംസങ് ബഡ്ജറ്റ് സെഗ്മെന്റിൽ പുറത്തിറക്കിയ സാംസങ് ഗാലക്സി F54 5G എന്ന ഫോണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ F54 5G ഫോൺ എത്തിയിരിക്കുകയാണ്. വമ്പൻ സവിശേഷതകളോടുകൂടിയാണ് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി F54 5Gയുടെ ബോക്സിൻ്റെ മേലെ സാംസങ് ഗാലക്സി F54 എന്ന 5G നോക്കി ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓൾറെഡി നമ്മൾ പൊളിച്ചതാണ്, കാരണം ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പൊളിച്ചതാണ്. ഇപ്പോൾ സൈഡിലൊക്കെ അതിൻ്റെ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 8GB 256GB ആണ് നമ്മുടെ വേരിയൻറ്റ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സിം ഇജക്ടർ ടൂൾ, അതിൻ്റെ കവറും ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. നമ്മളെ ഫോണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മളെ ഫോൺ വരുന്നത്. അപ്പോൾ നമുക്ക് ആ കവറങ്ങ് മാറ്റിയിട്ട് ഫോൺ എടുത്ത് നോക്കാം. നല്ല ഗ്ലോസി ഡിസൈനിലാണ് കേട്ടോ ഫോൺ വരുന്നത്. പക്ക ഗ്ലോസി ഡിസൈനിൽ സ്മഡ്ജസ് ഒക്കെ വരും. പ്ലാസ്റ്റിക് ബോഡിയാണ്. നമുക്ക് ബാക്കിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന പ്ലാസ്റ്റിക്കാണ്. ഫ്രെയിം അടക്കം മൊത്തം പ്ലാസ്റ്റിക്കാണ്. ഫുൾ പ്ലാസ്റ്റിക് ബോഡി ഫ്രെയിം ഒക്കെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെ നോക്കാം. സിം ഇജക്ടർ ടൂൾ ഉണ്ട്. ഡോക്യുമെൻറ്റ്സ് സാധാ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. ഡോക്യുമെൻറ്റേഷൻ അതിനൊപ്പം USB-C to C കേബിളാണ് വരുന്നത്. ചാർജറും കാര്യങ്ങളൊന്നുമില്ല. സാംസങ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുറേയായി. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ കാർഡ്, വാറണ്ടി കാർഡ്, ഇങ്ങനത്തെ കാർഡുകളൊക്കെയാണ്. ബോക്സിൽ വേറെ ഒന്നും തന്നെ വരുന്നില്ല, കാലി ബോക്സ്. അപ്പോൾ അതെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ ഫോണ് ഒന്ന് ഓപ്പൺ ആക്കാം, ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നത് നമുക്ക് സിം ട്രേ ആണ് വരുന്നത്. നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഇടാം, ഒരു സിം കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് സിം കാർഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഒരു സിം കാർഡ് അറ്റ് എ ടൈം നമുക്ക് ഒരു സിം കാർഡും മെമ്മറി കാർഡുമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് സിം കാർഡായിട്ട് യൂസ് ചെയ്യാം. ഹൈബ്രിഡ് സ്ലോട്ടാണ് നമുക്ക് വരുന്നത് ഫോണിൻ്റെ. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ മെമ്മറി കാർഡ് സ്ലോട്ടും സിം സ്ലോട്ടും ആയിട്ടുള്ള ഹൈബ്രിഡ് സ്ലോട്ടാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ സാംസങ് ഈ ഫോണിൽ ഹൈബ്രിഡ് കൊടുത്തത് ചുരുക്കം ചില ഫോണിലെ സാംസങ് ഹൈബ്രിഡ് ഇപ്പം കൊടുക്കുന്നുള്ളൂ. നമുക്ക് ടോപ്പ് സൈഡിൽ ലൈറ്റ് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടണും അതിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും വോളിയം റോക്കേഴ്സും ആണ് അവിടെ വരുന്നത്. ബോട്ടം സൈഡിൽ നമുക്ക് USB പിന്ന്, പ്രൈമറി ക്യാൻസലേഷൻ മൈക്ക്, സ്പീക്കർ ഗ്രില്ലാണ് വരുന്നത്. റിയർ ക്യാമറ സെറ്റപ്പ് നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 108 2 MP ഡെപ്ത് സെറ്റപ്പിലാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ട് ക്യാമറ ആയിട്ട് നമുക്ക് വരുന്നത് 32 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് സെറ്റപ്പ് ആക്കാം ഫോൺ. അങ്ങനെ നമ്മൾ ഫോൺ മൊത്തത്തിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, വീഡിയോ തന്നെ കാണാം. നമ്മളെ ഫേസ് കാണിക്കുമ്പോൾ തന്നെ അത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല കിടിലം ഫാസ്റ്റായിട്ട് നമ്മുടെ ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കിടിലം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ സ്ക്രീൻ ഒന്ന് ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മളെ ഫേസ് അൺലോക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് സ്മൂത്തായിട്ട്. അതിൽ സാംസങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൂടി ഒന്ന് സൈഡ് മൗണ്ടഡ് പവർ ഓൺ ഓഫ് ബട്ടണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ പോയിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് നമ്മുടെ ഓൾറെഡി നമ്മുടെ പിന്നെ സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അപ്പുറം നമുക്ക് ഫിംഗർ പ്രിൻറ്റും കൂടെ സെറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ഫിംഗർ പരമാവധി എല്ലാ സൈഡും കൊള്ളുന്ന രീതിയിൽ നമ്മൾ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ഫാസ്റ്റായിട്ട് എത്തരത്തിൽ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ലോക്കാക്കി. വാവ്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡ് മൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്മൂത്താണ്, കിടിലം ഫാസ്റ്റായിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും പറയാനില്ല. സാംസങ് കയ്യിൽ നല്ല മികച്ചൊരു കാര്യം തന്നെയാണ്. തംസപ്പ് കൊടുത്തേ മതിയാവും സാംസങ്. അപ്പോൾ ഇതിന് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ തന്നെ തുടക്കം. നല്ല കിട്ടുക്കാച്ച് ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ E4 പാനലാണ് വരുന്നത്. 6.7 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല സ്മൂത്ത് 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. നമുക്കിനി സെറ്റിങ്സ് പോയിട്ട് നമ്മൾ അബൌട്ട് ഫോണിൽ പോകണമെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ്
13 ഈ ഫോൺ വരുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് 13, അതാ നിങ്ങൾക്ക് കാണാം 1UI 5.1 ആൻഡ്രോയിഡ് 13 നമുക്ക് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിന് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് ലഭിക്കും, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ലഭിക്കും. അതാണ് ഈ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഗംഭീര അഭിപ്രായമാണ് എനിക്കതിനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യം നോക്കാം. നമുക്ക് ഫ്ലോലെസ് ആയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലോ, നല്ല കിടുക്കാച്ചി, നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്, നല്ല സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ആകുന്നുണ്ട്, സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് ഗംഭീരാക്കുന്നുണ്ട്. ഫ്രണ്ട് പാനൽ നമുക്ക് കൊണിൻ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നത്. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഇതിൽ പ്രീ ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് കാണാം സ്നാപ്ചാറ്റ്, ഫോൺ പേ, ബൈജൂസ്, ഈവൻ ട്രൂ കോളർ, ഫേസ്ബുക്ക് പോലത്തെ ആപ്ലിക്കേഷനിലും ഇതിൽ പ്രീ ഡിഫോൾട്ട്, സ്പോട്ടിഫൈ ഒക്കെ പ്രീ ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരുന്നുണ്ട്. നമുക്ക് അതാ ക്യാൻഡി ക്രഷ് ഗെയിം വരെ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാൾ ചെയ്തിട്ട്. നമുക്കതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. പറ്റേണ്ടതാണ്, നമുക്ക് നോക്കി നോക്കാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ. സെറ്റിങ്സ് താഴെ അൺഇൻസ്റ്റാൾ, യെസ് അൺഇൻസ്റ്റാൾ, നമ്മൾ ഓക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ വേണ്ടാത്ത ആപ്ലിക്കേഷനുള്ള ഇതിൽ പ്രീ ഡിഫാൾട്ടായിട്ട് കുത്തി നിറച്ചിട്ട് വരുന്നത് അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കിനി യൂട്യൂബ് എടുത്ത് നമുക്ക് ഇതിൻ്റെ വോളിയം, സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. നമുക്കൊരു നോൺ കോപ്പിറൈറ്റ് സോങ് വെച്ചിട്ട് സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പം നിങ്ങൾ കേൾക്കുന്നില്ല, കിഡിലും സൗണ്ട് ക്വാളിറ്റിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. വൺ സ്പീക്കറേ വരുന്നുള്ളൂ, ഒറ്റ സ്പീക്കറേ വരുന്നുള്ളൂ, ഡ്യുവൽ സ്പീക്കറല്ല, ഡ്യുവൽ സ്റ്റീരിയോ അല്ല, സിംഗിൾ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. നല്ല സൗണ്ട് കേട്ടോ, നല്ല പക്ക ലൗഡ് സൗണ്ടിലാണ് നമുക്ക് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. അതിൽ ഗംഭീര തന്നെ. സിംഗിൾ സ്പീക്കർ ആണെങ്കിലും നല്ല സൗണ്ട് ഉണ്ട്. ഓഡിയോ ഒക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഓഡിയോ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല കിടിലമാണ്. ഡിസ്പ്ലേയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കിടിലൻ ഡിസ്പ്ലേ ആണ്, വേറെ ഒന്നും പറയാനില്ല. ഈ ജങ്ക് ആപ്ലിക്കേഷൻ മാത്രമേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കിടിലൻ ക്യാമറ സ്പെസിഫിക്കായിട്ടാണ് വരുന്നത്. 2 MP ഡെപ്ത് ക്യാമറയെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നമുക്ക് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ലഭിക്കുന്നത്. ഏറ്റവും പ്രധാന കാര്യം 108 മെഗാ പിക്സലിൻ്റെ നമുക്ക് പ്രൈമറി സെൻസറാണ് വരുന്നത്. അത് നമുക്ക് ഇതായിട്ട് വരുന്നുണ്ട്. ഇത് OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് വരുന്നുണ്ട്. കുറേ ഫൺ മോഡ്, പ്രോ മോഡൊക്കെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ റോ സപ്പോർട്ട് ചെയ്യില്ല. ക്യാമറ സാമ്പിൾസ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ കാണുന്ന പോലെ 108 MB പ്രൈമറി ക്യാമറയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ക്വിക്ക് അൺബോക്സിങ് എനിക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മൾ 4K 30 FPS എടുത്തൊരു വീഡിയോ ആണ്, വീഡിയോ ഫുട്ടേജാണ് നിങ്ങൾ കാണുന്നത്. തലശ്ശേരി ടൗൺ ആണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗാലക്സി F54 5G ഫോണിൻ്റെ നമ്മുടെ സൂപ്പർ സ്റ്റഡി മോഡ് ഓണാക്കി വെച്ചിട്ടുള്ള ക്യാമറ ടെസ്റ്റാണ്. നമ്മളിത് വീഡിയോ ക്വാളിറ്റി ടെസ്റ്റാണ്. നമുക്ക് സൂപ്പർ സ്റ്റഡി മോഡ് ഓൺ ആക്കിയിട്ട്, അതായത് OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ HD 30 FPS മാത്രമേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോ ആയിട്ട് തന്നെയാണോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ മൈക്രോഫോണിലാണ്, ഫോണിൻ്റെ തന്നെ ഇൻബിൽറ്റ് മൈക്രോഫോണിലാണ് നമ്മളിപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കൂടി, വീഡിയോ ക്വാളിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക എത്തരത്തിലുണ്ട് എന്ന്. നമ്മളെ ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ക്യാമറയിൽ തന്നെയാണ് വോയിസും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോയിസ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലായിരിക്കുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുക. വീഡിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട് ക്യാമറയുള്ള ഒരു സെൽഫി ഷൂട്ടാണ്. നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഫോട്ടോ ഡെലിവർ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത്. നല്ല ക്വാളിറ്റി ഒരു ഫോട്ടോ ആണ്, നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ, നല്ല ക്വാളിറ്റി ഫോട്ടോ ആണ് ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മൾ റിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല ഡൈനാമിക് റേഞ്ചിൽ നല്ലൊരു ഫോട്ടോ ആണ്. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഡൈനാമിക് റേഞ്ചിലുള്ള നല്ല കിടിലം ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ഡെലിവർ ആകുന്നത്. ഇതിൻ്റെ തന്നെ
2x സൂമിൽ വെച്ച് എടുത്തൊരു ഫോട്ടോ കൂടിയാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ഡൈനാമിക് റേഞ്ചും കിടിലം ക്വാളിറ്റിയും നമുക്ക് ഈ സാംസങ് സെൻസർ നൽകുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഈ ഫോണിൽ നൽകുന്ന കിടിലം ഒന്നും പറയാൻ